ബാബു അനി ഗൾഫ് പോക്ക് എന്തായി? ഞമ്മക്കൊക്കെ ആര് വിസ തരാൻ ആജിക്ക? ഇനി വിസ കിട്ടിയാൽ തന്നെ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. അത് പറഞ്ഞത് ശരിയാ. എന്നെ സഹായിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാൻ പാപ്പരാ. എന്റെ ഡ്രൈവറായി നിന്നിട്ട് എനിക്ക് കുറേ പൈസ തരാനുണ്ട്. അതൊന്നും കുഴപ്പമില്ല ആജിക്ക, ഞാൻ പോട്ടെ. ഉപ്പ ഞാൻ പോട്ടെ. എങ്ങട്ടാ? മൻസൂർ അയ്യപ്പള ബാംഗ്ലൂർ ആണ്. 5 മണിക്കാളാ. വേഗം വണ്ടി എടുക്ക്. ഷാജി മറ്റനോട് കാത്തുക്കുന്നു. ഓക്കെ ശരി, പോവാം. അല്ലാ, എല്ലാരും ഉണ്ടല്ലോ. ബാബു എന്റെ പിഷ്കനാജിനെ കൊണ്ടുപോയി വിട്ടടാ. ഒന്ന് പോടാ, പാവാണ് അയാൾ. ബാബു, ചിറയിലെ നാസർ വന്നിക്കണ്. അവന്റെ കയ്യിലൊരു വിസയുണ്ട്. അനക്ക് പോണാ? അതൊക്കെ ലക്ഷങ്ങളാവൂടാ. പിന്നാണെങ്കിലാ ഉമ്മാനും പെങ്ങന്മാരെയും വിട്ടിട്ട് പോള മൂടും പോയി. ആ, അത് ശരിയാണ്. മൂടുള്ള കാലത്ത് വിസ കിട്ടിയില്ല. വിസ വന്നപ്പോ പാസ്പോർട്ട് എലി കാന്തിയും പോയി. വിഷമിക്കണ്ടടാ, നമുക്കൊരു നല്ല കാലം വരും. ആ നല്ല കാലം ഞാനൊന്ന് ഗിനാവ് കണ്ടോട്ടെ. ഇവൾക്കിന്ന് ക്ലാസ് ഇല്ലേ? വാർഷികത്തിനുള്ള ഫീസ് കൊടുത്തിട്ടില്ല. പടച്ചോനെ, എന്നാ നമ്മുടെ കഷ്ടപ്പാട് തീരാ മോനെ. നമ്മുടെ സൂറ വന്നിക്കണെന്ന് കേട്ട് ഞാൻ ഓൾക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഓ, നിങ്ങളെ കളിക്കൂട്ടുകാരുത്തി അറബി കെട്ടിക്കൊണ്ടുപോയ സൂറാത്ത വർഷം കുറേ ആയില്ലേ ദുബായിൽ സെറ്റിലായിട്ട്. നിങ്ങൾക്ക് ഇതുവരെ ഫോൺ വിളിച്ചമ്മ? ഇജ്ജ് കളിയാക്കണ്ട. എന്തായാലും ഓളിന്റെ കൂടെ പറപ്പല്ലേ. നബീസ, അല്ലാ സൂറ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലാ സൂറ, എത്ര നാളായടി എന്നെ കണ്ടിട്ട്. കുട്ടികളും അറബിയാക്ക എവിടെ? കുട്ടികള് വന്നിട്ടില്ല. പിന്നെ അറബിക്കാക്ക മരിച്ച്. ഓ, ഇത് ബാബു അല്ലേ? ഇവൻ വലുതായല്ലോ നബീസ. മോനിക്കെന്താ ജോലി? ഞാന് പിന്നെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ആ, വരി മക്കളെ. മക്കളൊക്കെ കെട്ടിക്കാനായല്ലോ നബീസ. കഷ്ടപ്പാടാണ് സൂറ. ആകെ ഇവനാണ് ഒരു പ്രതീക്ഷ. ഞാനൊരു കാര്യം ചോദിച്ച ഇജ്ജ് നടത്തി തരുമോ? എന്താ നബീസ? ഇവനൊരു വിസ. ഇവൻ അക്കരെ കയറ്റി ഇജ്ജ് രക്ഷപ്പെടുത്തി തരണം. പാസ്പോർട്ട് ഉണ്ടോ മോനെ? ആ ഉണ്ട്. എന്നാ പാസ്പോർട്ടിന്റെ കോപ്പിയും 2 ഫോട്ടോ അങ്ങോട്ട് കാട്ട്, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഞാൻ പോട്ടെ നബീസ. ഒരു വെള്ളം പാട കുടിക്കാതെ ഇജ്ജ് പോവുക? ഒന്നും വേണ്ട നബീസ, ഞാൻ രാവിലെ പോവും. എല്ലാം ശരിയാവും ഇൻഷാ അല്ലാ. എന്നാ ഞാൻ പോട്ടെ. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുപ്പിക്കൊണ്ട മുഹമ്മദ് വരുന്നുണ്ട്. അവനൊരു പണി കൊടുക്കണം. ഇവർക്കൊന്നും ഒരു പണിയില്ലേ? അയ്യന്മാരെല്ലാരും ഉണ്ടല്ലോ. എന്താ ഒരു വട്ടമേഘ സമ്മേളനം? വാട്സപ്പില് പുതിയ സംഭവം ഉണ്ട്. സംസ്ഥാനത്ത് ഭീകരജീവി ഇറങ്ങിയിരിക്കണം. ഇന്നലെ കുണ്ടനാത്ത കടവിലെ 2 ആടിനെയും ഒരു മനുഷ്യനെയും ജീവി ആക്രമിച്ചിരിക്കണം. ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ കലക്ടർ ആഹ്വാനം ചെയ്തേക്കണം. ശ്രദ്ധിച്ചോളി മക്കളെ, നമ്മുടെ നാട്ടിലൊക്കെ ആ ജീവി ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്ത് ഭീകരജീവിയടോ? ഇനിയിപ്പൊ ദിനോസർ ഇറങ്ങിയാലും ഞമ്മക്കൊരു പ്രശ്നമില്ല. കലക്ടറോട് പറയും ആകാശത്തേക്കൊരു വെടിവെക്കാൻ, ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ. ഞമ്മക്കാണ്ട് എന്തേ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ജീവിയെ ഭീകരജീവിയെ ഇവർക്കൊക്കെ വെറുതെ വെക്കണ നേരം കൊണ്ട് ഒന്നുകൂടെ റമ്മി അടിച്ചൂടെ? അല്ലെങ്കിൽ 2 ഇട്ടൂടെ? കാട്, കറുത്ത കാട്. അല്ലാ, ഞാൻ നായ്ക്കള് പറഞ്ഞ ശരിയാകോ? പഠിച്ചോനല്ല. അല്ലാ, ബെല്ലിപ്പാക്ക് വാ കിട്ടി ചെരുപ്പാണ് പൊട്ടാണ്ട നേരം. അല്ലാ, അതിരിങ്ങളെ പലവാക്കിൻ്റെ ഔലിങ്കഞ്ഞുമായി. പഠിച്ചോനെ, അല്ലാ, മല കുലുങ്ങിയാലും
മമ്മത് കുലുങ്ങൂല. ധൈര്യം കൈവിടരുത്. എനിക്ക് പേടിയൊന്നും എന്നെ പുലി നേരക്കിട്ട് ചാടിയാലും ഞാൻ തിരിഞ്ഞു കൊടുക്കല്ലാതെ. ഈ പന്നികളെ കൊണ്ട് മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ സമയം കൊല്ലാൻ പറ്റില്ല ഭീകരജീവി. എടാ എനിക്കൊരു വിസ റെഡി ആയിക്കണം. അറബി കെട്ടിക്കൊണ്ടയ സൂറാത്താന്റെ വീട്ടിലെ ഡ്രൈവറായിട്ടാ. മനസ്സിലായല്ല ആ നാട്ടുകാരാവുമ്പോ വലിയ പണി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് എന്റെ അമ്മാന്റെ കൂട്ടുകാരി എന്റെ മോനെ പോലെ നോക്കിക്കോളൂ. ബാബോ പെട്ടെന്ന് പോണ്ടി വരും ബാബോ. കഴിയുന്നതും വേഗം കയറാനാ പറഞ്ഞേക്കണേ. ഞാൻ ചെന്നിട്ട് വേണം. അവിടെ ഒരു ബംഗാളി ഡ്രൈവർ ഉണ്ടല്ലോ, അവനെ ക്യാൻസൽ ആക്കണത്രേ. ആ അത് ശരി. ആ വരി, ട്രാവൽസിലൊന്ന് പോയി നോക്കാം. എന്നാ പോവാ. ടിക്കറ്റ് എന്താ റേറ്റ് നോക്കണം. ആ ഓട്ടോ വരുന്നുണ്ട്, കയറി. ആ പിന്നെ നമുക്കൊന്ന് അടിച്ചു പൊളികളാ. വരി. മോനെ, ടിക്കറ്റിന് ഒരുപാട് പൈസ ആവൂലേ? അതൊന്ന് ഒപ്പിക്കുക. ടിക്കറ്റിന്റെ കാര്യം ആജിക്ക നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പോണേൽ ഉമ്മാക്ക് വിഷമുണ്ട്. പിന്നെ ഒന്നാലോചിക്കുമ്പോ അത് തന്നെ നല്ലത്. ചായന വലുതായി വരല്ലേ, ഓളെ കെട്ടിക്കണ്ടേ. പിന്നെ അണുക്കും വേണ്ട ഒരു പെണ്ണ് എത്തുക. ഞാൻ പോകുമ്പോ നിങ്ങൾ ഒറ്റക്കാവൂലമ്മ. അത് ഓർക്കുമ്പോ എനിക്ക് പോവാൻ തോന്നുന്നില്ല. അതോർത്ത് ഇക്കാക്ക വിഷമിക്കണ്ട. എന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഇക്കാക്കാരൊക്കെ ഗൾഫിലാണ്. ഇനി എനിക്കും പറയാലോ എന്റെ ഇക്കാക്ക ഗൾഫിലാണെന്ന്. സെമീറാന്റെ അപ്പ അവൾക്ക് ടാബ് വരെ കൊടുത്തു വെച്ചിക്കണ്. ഒന്ന് പോടിയാ അവിടുന്ന്. അവളെ ഒരു ആനക്കാര്യം. പോയി പഠിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. മോളെ, നാളെ രാവിലെ 12 മണിക്കാണ് ഫ്ലൈറ്റ്. സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിക്കണോ? എല്ലാം എടുത്തു വെച്ചിക്കണ്. അമ്മ എന്നാ ഞാൻ പോട്ടെ. പിന്നെ മോനെ അവിടെ എത്തിയിട്ട് വിളിക്കണം. ശരിമ്മ. എടാ ടിക്കറ്റും പാസ്പോർട്ടും ബാഗിലിട്ട് മറക്കണ്ട. ശരിയടാ മക്കളെ, കാക്ക പോട്ടെ. നല്ലോണം പഠിക്കണം. ഉമ്മാനെ വിഷമിപ്പിക്കരുത്. ഞാൻ എൻ്റെ കുടുംബത്തെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോണത്. ഇജ്ജ് ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാ എല്ലാരോടും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കരഞ്ഞിടുകയാണുള്ളൂ അറിയിച്ചിടാതെ കഴിഞ്ഞിടുമ്പോൾ പരിതാപമോടെ ചുറ്റും പല വാക്കുകളാണ് പരന്നുള്ളും ചികഞ്ഞിടും പനിക്കോലങ്ങൾ. ഈ അവസ്ഥയിൽ മാറിടുന്നൊരു കാലമെന്ന സ്വപ്നം, ഈ ഉലകിതിൽ മാറ്റമില്ലയോ മാറ്റമെന്ന വാക്യം. കാലം കരകവിയുമ്പോൾ പൂരം പലതാകുമ്പോൾ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൻ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. അടവുകൾ പല വഴിയേ, അതിൽ പല പിഴവുകളെ, അതിജീവനമില്ലാതിൽ ഒരു ജീവിതം
മിതമില്ല. കടലിൽ കര തേടുമ്പോൾ നാം കൊതിയില്ലെങ്കിൽ കരയടിയില്ല. കാലം കരകവിയുമ്പോൾ കൂലം പലതാകുമ്പോൾ നേരം ശരിയാവുന്നൊരു സമയം വന്നെത്തും. നേരും നെറിയുടെ കൂടെ നോവിൻ തിരയാണെങ്കിൽ കാലം നൽകിയിടുന്നൊരു വിജയത്തേര്. താൽ ബാബു താൽ ആദാ ബൈ ആദാ മാം താൽ ബന്ദർ ബന്ദർ. ഓ ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല എനിക്ക്? ഈ വീട്ടില് മലയാളം മാത്രം സംസാരിച്ചാ മതി. അത് എന്റെ ഒരു നിർബന്ധ. മനസ്സിലായ? ശരി മാമ ശരി. വാ മോനെ, യാത്രക്ക് സുഖായിരുന്നോ? ആ ആ ആ ഉമ്മാക്കും കുട്ടിയേക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖാണ് താത്ത. അന്റെ റൂം ബാക്കിലാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞൊരാളുണ്ട് അവിടെ. അന്റെ ഇവിടുത്തെ ജോലിന്റെ കാര്യമൊക്കെ അയാള് പറഞ്ഞുതരും. ശരി താത്ത. ബന്ദർ, ഇവന് റൂം കാണിച്ചു കൊടുക്ക്. സെയിൻ. അവനോട് മലയാളം മാത്രം സംസാരിച്ചാ മതി. ഓ സംസാരിച്ചോളാം. യാ അല്ലാഹ്. മുഹമ്മദ് മാഫി ഖലാസ്. കലാസ് സെയിൻ. ഓക്കെ ഓക്കെ സെയിൻ. മുഹമ്മദ് ഇതാണ് പുതിയ ഡ്രൈവർ ബാബു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിനക്ക് പകരമുള്ളതായിരുന്നു ഈ ബംഗാളി. അവനിന്ന് നാട്ടിൽ പോകും. മാമ ക്യാ ബോലാ? കുച്ച് നെയ്, ആപ് ജാओ. തമാം. യല്ലാ താൽ 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 താൽ. ഇനി ആ ബംഗാളി പുതിയ വിസയ്ക്ക് വരൂലേ? അവൻ ഇനി കേരളത്തിലേക്കാണ് പോണത്. അവരുടെ ഗൾഫ് ഇപ്പോ കേരളല്ലേ. നാട്ടില് ഡ്രൈവറായിരുന്നല്ലേ. നാട്ടിലെവിടെ? സൂറാത്തന്റെ അയൽവാസിയാ. നല്ലോരാ. കുട്ടികൾക്ക് മലയാളം പച്ചവെള്ളം പോലെ അറിയാം. ഞാൻ തന്നെ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. ആവു കേച്ചിലായി. അറബി പഠിക്കാൻ രക്ഷപ്പെട്ടല്ലോ. പിന്നെ അന്റെ പണി സൂറാന്റെ മോൾ നൂറാനെ യൂണിവേഴ്സിറ്റി കൊണ്ടാക്കലും കൊണ്ടുവരലോ. വല്ലാതെ അടുക്കണ്ട. അവൾക്ക് മലയാളം കേരളം എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ഇഷ്ടാ. പിന്നെ ആ ചെക്കനില്ലേ ബന്ദർ, അവനെ സൂക്ഷിക്കണം. പഹന് പയിച്ചാല് ബാപ്പായാലും ഉമ്മായാലും ഓൻ മുണുങ്ങും. വല്ലാത്തൊരു പടപ്പാണത്. ആ അനക്ക് വീട്ടിക്ക് വിളിക്കണ്ടേ? ആ ആ എന്നാലേ വിളിച്ചോ. ആ ഞാനിപ്പോ വരാം. കുറച്ച് പണിയുണ്ട്. ആ, നീ റെസ്റ്റ് എടുക്ക. ആ ആയിക്കോട്ടെ.